അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആൻസറിലേക്ക് നോക്കാം. ഓക്കെ, എന്തായിരിക്കണം ഇതിന്റെ ഒരു എക്സ്പെക്ടഡ് ലൈൻ ഓഫ് ആൻസർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം UPSCയുടെ വേർഡ് ലിമിറ്റും അതുപോലെ തന്നെ എന്താ പറയാ ആ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ആൻസർ റൈറ്റിംഗിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. Ancient Indian philosophy and culture have played a significant role in conceiving and shaping the classical dances in India. Comment. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി അതുപോലെ തന്നെ കൾച്ചർ, ഇത് രണ്ടും എങ്ങനെയാണ് ഇന്ത്യയിലെ ഡാൻസ് ഫോമിനെ, അതായത് ക്ലാസിക്കൽ ഡാൻസ് ഫോംസിനെ എങ്ങനെയൊക്കെയാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. സോ സ്പെസിഫിക് ആയിട്ട് എന്തായിരിക്കണം നമ്മുടെ ആൻസർ, ക്ലാസിക്കൽ ഡാൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം. ഇഫ് പോസിബിൾ ഇന്ത്യൻ ഫിലോസഫി എങ്ങനെ ഷേപ്പ് ചെയ്തു എന്നുള്ളതും ഇന്ത്യൻ കൾച്ചർ എങ്ങനെ ഷേപ്പ് ചെയ്തു എന്നതും എന്ത് ചെയ്യണം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ അതിന് ഒരു എക്സ്പെക്ടഡ് ലൈൻ ഓഫ് ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് നമ്മുടെ ആൻസറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ദർ ആർ ലൈക്ക് 8 ഡിഫറെന്റ് ക്ലാസിക്കൽ ഡാൻസസ് ഉണ്ട് വിച്ച് വർ ബേസിക്കലി റെക്കഗ്നൈസ്ഡ് ബൈ ദ സംഗീത് നാടക് അക്കാദമി. ഇപ്പൊ ഇൻട്രോയിൽ തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് എന്താണ് എന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആസ് സച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നത് എക്സാമിനർക്ക് തിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ദേ റിഫ്ലക്ട് ദ കൾച്ചർ ആൻഡ് ഫിലോസഫി ഓഫ് ദി ഇന്ത്യ ഇൻ ഡിഫറെന്റ് ഫോംസ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ അടുത്തത് ആസ് എ വാല്യൂ അഡീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ ഏതൊക്കെ റീജിയനിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസിക്കൽ ഡാൻസസ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഈ പറയുന്ന ക്ലാസിക്കൽ ഡാൻസസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിലോസഫി അതുപോലെ തന്നെ കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ ലൊക്കേഷനിലുള്ള കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന ഡാൻസ് ഫോംസിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് നിന്നാണ് വരുന്നത് എന്നത് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ദെൻ അടുത്തത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഫിലോസഫി, ഹൗ ദ ഫിലോസഫി ഹാസ് ഷേപ്ഡ് ദ ക്ലാസിക്കൽ ഡാൻസസ് എന്നുള്ളതാണ്. സോ അതിൽ ആദ്യം വരുന്നത് ദേ ആർ റൂട്ടഡ് ഇൻ ദി ആൻഷ്യൻ ടെക്സ്റ്റ്. ഓക്കെ, ആൻഷ്യൻ ടെക്സ്റ്റ് ഇൻ ദ ഫോം ലൈക്ക് നാട്യശാസ്ത്ര. നമുക്കറിയാം നാട്യശാസ്ത്രയിലെ ആ ഒരു ട്രീറ്റി ഫോളോ ചെയ്യുന്ന ഡാൻസ് ഫോംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, ക്ലാസിക്കൽ ഡാൻസ് എന്ന് ആസ് സച്ച് പറയാറുള്ളത്. സോ നാട്യശാസ്ത്ര ഓഫ് ദി ഭരതമുനി എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സാമവേദ. സോ ഇതിൽ നിന്നുള്ള മ്യൂസിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ക്ലാസിക്കൽ ഡാൻസസിലേക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. സോ അതിന് എക്സാമ്പിൾ ആണ് വൈഷ്ണവ ട്രഡീഷൻ റിഫ്ലക്റ്റഡ് ഇൻ ദി ഒഡീസി ഡാൻസ് ഫോം. ഓക്കെ, സോ ഒഡീസി ഡാൻസ് ഫോമിലെ വൈഷ്ണവ ട്രഡീഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ആൻ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. സോ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഫിലോസഫിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. സോ ദിസ് ഫിലോസഫിക്കൽ മൂവ്മെന്റ് ഓർ ദ ഭക്തി മൂവ്മെന്റ് വിച്ച് ഹാസ് ആക്ച്വലി റിഫ്ലക്റ്റഡ് ഇൻ ദ ഒഡീസി. സോ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫാക്ടറാണ്. ദെൻ അഡോപ്ഷൻ ഓഫ് ദ തീംസ് ഫ്രം ദ ഇന്ത്യൻ എപ്പിക്സ്. സോ തീംസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കാരണം ഈ പറയുന്ന ക്ലാസിക്കൽ ഡാൻസസിനെ ഡെഫിനറ്റ്ലി നമ്മുടെ ഫിലോസഫി എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ മഹാഭാരത ആൻഡ് രാമായണ ബേസ്ഡ് കഥകളി. സോ കഥകളി മാത്രമല്ല, മോസ്റ്റ് ഓഫ് ദി അതർ ഡാൻസ് ഫോംസ് ഐദർ ഇറ്റ് ഇസ് ഭരതനാട്യം ഓർ ദി മോഹിനിയാട്ടം, ദേ ഓൾ ഹാവ് this thing in common. Basically their themes are adopted from the Indian epics. So even like നമ്മുടെ സത്രി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈവൻ ലൈക്ക് കുച്ചിപ്പുടി, ഇതിലൊക്കെ എന്തുണ്ട്, മഹാഭാരത ആൻഡ് രാമായണ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ദെൻ അടുത്തത് യോഗ പോസ്റ്റേഴ്സ് അഡോപ്റ്റഡ് ഇൻ ഡിഫറെന്റ് ഫോംസ് ഇൻ ഡിഫറെന്റ് ഡാൻസ് ഫോംസ്. ഇവിടെയാണ് നമുക്ക് ത്രിഭംഗ ഡാൻസ് ഫോംസ് ഒക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ ത്രിഭംഗ എന്ന് പറയുന്നത് വിച്ച് ഇസ് ബേസിക്കലി യോഗിക് പോസ്റ്റർ ആണ്, that has like adopted in different forms in different dance forms in classical dance forms. So ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെക്ടഡ് ലൈൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഈ പറയുന്ന ത്രിഭംഗ പോസ്ചർ, ഹൗ ഇറ്റ് ഹാസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഡിഫറെന്റ് ഡാൻസ് ഫോംസ് അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ ആർക്കിടെക്ചർ. ഇതിലൊക്കെ ഈ ത്രിഭംഗ ഡാൻസ് ഫോംസ് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഐ മീൻ ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നോട്ട് ജസ്റ്റ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ബട്ട് നിയർ ബൈ സബ് കോണ്ടിനെന്റ്സ്, ഐദർ ഇറ്റ് ഇസ് ലൈക്ക് ജാവ, അതായത് ഇന്തോനേഷ്യ ആയിക്കോട്ടെ, ഓർ ഇറ്റ് ഇസ് ഇൻ നേപ്പാൾ ഓർ ഇൻ ശ്രീലങ്ക. ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ത്രിഭംഗ പോസ്റ്റിലുള്ള ആർക്കിടെക്ചറൽ സ്കൾപ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള UPSCയുടെ ആ ഒരു ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ലയൺ ആൻഡ് ബുൾ. ഇത് ഇന്ത്യൻ മിത്തോളജിയുടെ ഇന്ത്യയുടെ കൾച്ചറിൽ എങ്ങനെയാണ് ലയൺ ആൻഡ് ബുൾ സിംബൽ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിനു മുമ്പ് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നടരാജനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ത്രിഭംഗ എന്ന് പറയുന്ന പോസ്റ്റർ ഡിഫറെന്റ് ഫോംസിൽ ഡിഫറെന്റ് റിലീജിയൻസ് വൈസ് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ
സോ ജൈനിസത്തിൽ മാത്രമാണ് ഇത് കമ്പാരിറ്റീവ്ലി ഒരു കുറവ് വരുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ബുദ്ധിസം, ഡിഫറെന്റ് ലൈക്ക് ബോധിസത്വസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ഹിന്ദുയിസത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ത്രിഭംഗ പോസ്റ്റിനുള്ള എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. ദെൻ എങ്ങനെയാണ് കൾച്ചർ എന്ത് ചെയ്യുന്നത്, ഡാൻസ് ഫോംസിനെ ഷേപ്പ് ചെയ്യുന്നത്? ബട്ട് ഡെഫിനറ്റ്ലി ഡാൻസ് ഫോംസിൽ യൂസ് ചെയ്യുന്ന മ്യൂസിക്സ് അല്ലെങ്കിൽ അതിന്റെ ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, മലയാളം പ്ലസ് സംസ്കൃത് അത് ജോയിൻ ചെയ്തിട്ടുള്ള മണിപ്രവാളം എന്ന് പറയുന്നതാണ് ആട്ടക്കഥകളിൽ. അത് ബേസിക്കലി ദാറ്റ്സ് ഫോർ ദി കഥകളി. കഥകളിക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, മലയാളം പ്ലസ് സംസ്കൃതാണ്. ദെൻ അറ്റയർ ആൻഡ് ഡ്രസ്സസ് യൂസ്ഡ്, ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൾച്ചറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ തെയ്യം അതുപോലെ തന്നെ രാമനാട്ടം പോലെയുള്ള ഫോക്ക് ഡാൻസസ് എന്ത് ചെയ്തിട്ടുണ്ട്, കഥകളിയുടെ അറ്റയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ബേസിക്കലി എന്താ പറയുക, നമ്മൾ കേരളത്തിൽ നിന്നുള്ള എക്സാമ്പിൾസ് മാത്രമാണ് കൊടുത്തത്. ഇഫ് പോസിബിൾ നിങ്ങൾ പാൻ ഇന്ത്യൻ ലെവലിൽ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് നിന്നുള്ള എക്സാമ്പിൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴേ നമ്മുടെ ആൻസർ കുറെ കൂടെ ഹോളിസ്റ്റിക് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ആൻസർ കാണുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എക്സാമിനർക്ക് മനസ്സിലാവും ദിസ് പേഴ്സൺ ഇസ് ബേസിക്കലി ഫ്രം കേരള എന്നുള്ളത്. ഓക്കെ. ദെൻ റിലീജിയസ് ഇൻഫ്ലുവൻസ്, എക്സാമ്പിൾ കഥകാണ്. കഥക് എന്ന് പറയുന്നത് മാത്രമാണ് ഒരേ ഒരു ക്ലാസിക്കൽ ഡാൻസ് വിച്ച് ഹാസ് ദ മുസ്ലിം ഇൻഫ്ലുവൻസ് ഇൻ ഇറ്റ്. ഓക്കെ. സോ അതെന്താണ്, ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണ്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ദ മ്യൂസിക്കൽ ട്രഡീഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ കഥക്, അതിന് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. സോ മ്യൂസിക്കൽ ട്രഡീഷൻസ് ഇൻ ഇന്ത്യ, ഇത് എന്താണ്, കൾച്ചറിന്റെ ഭാഗമാണ്. സോ ദാറ്റ് ആൾസോ ആക്ച്വലി ലൈക്ക് ഇൻഫ്ലുവൻസ്ഡ് ദി ഡാൻസ് ഫോംസ്. ദെൻ അടുത്തത് അതിനൊരു ജസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. സോ ബേസിക്കലി ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ദ ഹ്യൂമാനിറ്റി ആണ്. സോ ഡെഫിനറ്റ്ലി ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി കൾച്ചർ ആൻഡ് ദി ഫിലോസഫി. കാരണം കൾച്ചർ ആൻഡ് ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ സിവിലൈസേഷന്റെ ഭാഗമാണ്. സോ ഡെഫിനറ്റ്ലി ദ ഡാൻസ് ഫോംസ് വിച്ച് ഇസ് പാർട്ട് ഓഫ് ദ സിവിലൈസേഷൻ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് കൈൻഡ്സ് ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ. ദെൻ അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഇസ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യൻ കൾച്ചർ റിഫ്ലക്റ്റഡ് ത്രൂ ഇറ്റ്സ് മ്യൂസിക്? സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, ഇവിടെ തന്നിട്ടുള്ള ഒരു കീവേഡ് എന്ന് പറയുന്നത് ഹൗ എന്നാണ്. ഓക്കെ. വാട്ട് വേസ് അല്ലെങ്കിൽ വാട്ട് ആർ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. സോ ഹൗ എന്ന് പറയുന്ന പാർട്ടിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ കൾച്ചർ ഇസ് എ ബ്ലെൻഡ് ഓഫ് ഡിഫറെന്റ് റിലീജിയൻ, കാസ്റ്റ്, ഫിലോസഫി ആൻഡ് തോട്ട്സ്. ഈച്ച് ഓഫ് ദം ഹാവ് ഇൻഫ്ലുവൻസ്ഡ് മ്യൂസിക്കൽ ട്രഡീഷൻസ് ഇൻ ഡിഫറെന്റ് റീജിയൻ ഇൻ ഡിഫറെന്റ് വേസ്. ഡിഫറെന്റ് റീജിയനിൽ ഡിഫറെന്റ് വേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയണം. കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെന്റ് ആയിട്ടുള്ള റീജിയനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളത് പറയണം. ദെൻ എങ്ങനെയൊക്കെയാണ് കൾച്ചർ എന്ത് ചെയ്തിട്ടുള്ളത്, റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയണം. സോ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മുഗൾ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. സോ അതൊരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ. ദെൻ ചായ് സോങ്സ്, ട്രൈബൽ ലൈഫ്, അതായത് നോർത്ത് ഈസ്റ്റിലുള്ള ചായ് സോങ്സ് വിച്ച് ആക്ച്വലി റിഫ്ലക്ട്സ് ദ ട്രൈബൽ ലൈഫ് ആണ്. ദെൻ വില്ലുപാട്ട് which is from the Tamil Nadu, which reflects, or the theme of this Villapata is like local deities, heroes as the themes എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. Then മാപ്പിളപ്പാട്ട്, Muslim religious folk songs from Kerala, അതെന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, which is actually associated to the social ceremonies or like the religious ceremonies like marriage. Okay, so അങ്ങനത്തെ ഫംഗ്ഷൻസിനാണ് ഇത് വരാറുള്ളത്. എനിവേ ദിസ് മച്ച് ഇൻഫർമേഷൻ ഇസ് ഫൈൻ. Then പാനിഹാരി, വാട്ടർ സോങ് sung by the women from the Rajasthan. സോ നിങ്ങൾക്കറിയാം വൺ ഓഫ് ദി വാട്ടർ സ്കേഴ്സ് റീജിയൻ ആണ് ഈ പറയുന്ന രാജസ്ഥാൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കൾച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വാട്ടർ കളക്ഷൻ എന്ന് പറയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാനിഹാരി വരുന്നത്. ദെൻ ബസന്ത് ഗീത് സങ് ഡ്യൂറിങ് ദി ബസന്ത് പഞ്ചമി, ആ ഒരു ഫെസ്റ്റിവൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബസന്ത് പഞ്ചമി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇൻ വിച്ച് വേസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ എന്നതാണ്. ഹൗ എന്ന് പറയുന്ന പാർട്ടിനുള്ള അഡ്രസ്സ് ആയിട്ടില്ല. സോ എങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് എന്നത് എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. സോ ഹൗ എന്നതിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ കൾച്ചർ ഡൈവേഴ്സിറ്റി റിഫ്ലക്റ്റഡ് ബിക്കോസ് ഒന്നെന്താണ്, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, കൾച്ചറൽ റിഫ്ലക്ഷൻസ് വരുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്, അതെങ്ങനെയാണ്, അണ്ടർ ദ മുഗൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോർത്ത് ഇന്ത്യ യൂണിഫൈഡ് ആയിട്ടുണ്ട്. സോ യൂണിഫൈഡ് ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതിൽ ഇംപ്രൂവൈസേഷനും കാണാൻ പറ്റും ബിക്കോസ് ഓഫ് ദി മുഗൾ ഇൻഫ്ലുവൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കൂൾസ് എന്ത് ചെയ്യുന്നത്, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്ക് വരുന്നത്. ബട്ട് അങ്ങനെ ഒരു സംഭവം എന്തല്ല, സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിലല്ല, അവിടെ ഒരു യൂണിഫൈഡ് ആയിട്ട് കർണാട്ടിക് മ്യൂസിക് ആണ് വരുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടില്ല, മുഗൾസിന്റെ ഇൻഫ്ലുവൻസ് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കർണാട്ടിക് മ്യൂസിക് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂസിക്കൽ ട്രഡീഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
Then the next point is like the themes adopted in the songs. Our songs adopt ചെയ്തിട്ടുള്ള themes that also reflects. Okay, so അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഹൗ, അതായത് തീംസ് അഡോപ്റ്റ് ചെയ്തത് ലോക്കൽ ലൈഫ്സിന്റെ ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഇസ് ബീങ് റിഫ്ലക്റ്റഡ് ഇൻ ഈച്ച് ഓഫ് ദിസ് മ്യൂസിക്കൽ ട്രഡീഷൻസ്. ഓക്കെ, സോ ഇതിലേക്ക് ഫസ്റ്റ് വരുന്ന സമയത്ത് ലോക്കൽ റൂളേഴ്സ് അല്ലെങ്കിൽ ഹീറോസ് എന്ത് ചെയ്യുന്നുണ്ട്, തീംസ് ആയിട്ട് വരുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ വടക്കൻ പാട്ട് ഹാസ് ദ കളരി ഹീറോസ്. സോ ഈ പറയുന്ന കളരി ഓൾറെഡി UPSC ചോദിച്ചതായതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് എന്താക്കാം, കളരി എന്നത് ഇൻക്ലൂഡ് ചെയ്യാം. അതൊരു കേരള എന്നുള്ള ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണ് എന്ന് ആസച്ചുള്ള റിഫ്ലക്ഷൻ എന്തെങ്കിലും കൊടുക്കില്ല. കളരി ഈസ് ലൈക്ക് നാഷണൽ ആർട്ട് ഫോംസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റഡ് ആണ്. Then formed in association to the social gatherings or like the social events. അതിന് എക്സാമ്പിൾ ആണ് സൊഹർ. അത് ബീഹാറിലാണ് ഡ്യൂറിങ് ദി ചൈൽഡ് ബർത്ത്. സോ ഓരോ സോഷ്യൽ ഇക്വേഷന് വേണ്ടിയിട്ടും ഓരോ മ്യൂസിക്കൽ ട്രഡീഷൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഡൈവേഴ്സിറ്റി. സോ ഒരു മാരേജിന് വേണ്ടിയിട്ടുള്ളതായിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ചൈൽഡ് ബർത്തിന് അതായിരിക്കില്ല എന്തെന്ന് പറയുന്നത്, ഒരു ഡെത്ത് സെറിമണിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് ഡിഫറൻസസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഹാസ് അപ്പിയർഡ്. സോ ഹൗ എന്ന് പറയുന്ന പാർട്ടിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാം. ദെൻ അടുത്തത് റിലീജിയസ് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് തിക്കർ എന്ന് പറയുന്നത് ഇൻ ആസാം. ഓക്കെ, സോ ആസാമിൽ എന്ത് വരുന്നുണ്ട്, തിക്കർ വരുന്നുണ്ട്. സോ ദാറ്റ് ആൾസോ യു ക്യാൻ യൂസ് ആൻ example that embodies Islamic teachings. Okay, that embodies Islamic teachings എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, you have to definitely include. Then ഒരു conclusion കൊടുക്കുക. As music is one way of expressing emotions, different musical traditions emerged among different communities with different or like with its own uniqueness. ഓക്കെ, സോ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ആണ്. സോ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ഹാവ് ദെയർ ഓൺ യുണീക് ഇമോഷൻസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു യുണീക്നെസ് മ്യൂസിക്കൽ ട്രഡീഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ എന്തുണ്ട്, ഇസ്ലാമിക് അല്ലെങ്കിൽ മുസ്ലിം ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു മുസ്ലിം ഇൻഫ്ലുവൻസ് വരുന്ന ഒരു റീജിയൻ ആണ് ആസാം അല്ലെങ്കിൽ ബംഗാൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ആസാം അക്കോർഡ് അതുപോലെ എന്താ പറയുക NRC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനിൽ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു മൈഗ്രേഷൻ പാറ്റേൺ ആസാമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊന്ന് ഓർത്ത് വെക്കുക, തിക്കർ ഇൻ ആസാം. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനറ്റ്ലി നല്ലൊരു എക്സാമ്പിൾ ആണ്, ഒരു വാല്യൂ അഡീഷൻ പോയിന്റ് ആണ്. ദാറ്റ് എംബോഡീസ് ദ ഇസ്ലാമിക് ടീച്ചിങ്സ്. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു വാല്യൂ അഡീഷൻ ആണ്. രണ്ട് ഡിഫറെന്റ് ഏരിയ എന്നുള്ള ജോഗ്രഫിക്കൽ ഏരിയ എന്നുള്ളത് ആയതുകൊണ്ട് ആ ഒരു ഡൈവേഴ്സിറ്റി നിങ്ങളുടെ ആൻസറിൽ എന്ത് ചെയ്യാൻ പറ്റും, റിഫ്ലക്ട് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അനലൈസ് ബുദ്ധിസംസ് അസോസിയേഷൻ വിത്ത് കേവ്സ്. സോ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബുദ്ധിസം എങ്ങനെയാണ് ഈ കേവ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹൗ ഡിഡ് ദിസ് ഇൻഫ്ലുവൻസ് ദി ഫോം ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദിസ് കേവ്സ്. ഓക്കെ, സോ ഇൻ കേസ് നിങ്ങളിപ്പോൾ എന്താ പറയുക ആൻസർ ഓൾറെഡി എഴുതിയിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിനൊരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഇതിൽ ആദ്യം വരുന്നത് അനലൈസ് ബുദ്ധിസംസ് അസോസിയേഷൻ. സോ നമ്മൾ അല്ലെങ്കിൽ ബുദ്ധിസം ഒരാളെ എങ്ങനെയൊക്കെയാണ് മറ്റൊന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, എങ്ങനെയൊക്കെ ആയിരിക്കും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അവരത് യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ സിമ്പിൾ ആയിട്ട് ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രെയിം ചെയ്യാൻ പറ്റും. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് കേവ്സ് ഫോം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദി ascetic life of the Buddhist followers. Over the time their function and structure evolved. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രോ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. സോ ഒരു അസെറ്റിക് ലൈഫ് ആയതുകൊണ്ടാണ് ബുദ്ധിസ്റ്റ് മോങ്സിന് എന്ത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്, കേവ്സ് യൂസ് ചെയ്ത് ജീവിക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെ. സോ അതല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ആയിരുന്നു ഇവർ ഫോളോ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് കേവ്സിന്റെ ആവശ്യമില്ല. ദേ വിൽ ബി ലിവിങ് ഇൻ ദെയർ ഹൗസ് ഓർ ലൈക്ക് ഇൻ ദെയർ പാലസ്. ഈവൻ ലൈക്ക് ബുദ്ധയുടെ കേസിൽ എന്താണ് അസെറ്റിക് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇതുപോലത്തെ ഓരോ കേവ്സിലേക്ക് എത്തേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വുഡ് ഹാവ് ലിവ്ഡ് ഇൻ ഹിസ് പാലസ്. സോ ആ ഒരു അസെറ്റിക് ലൈഫിന്റെ കാര്യം നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇനി ബുദ്ധിസംസ് അസോസിയേഷൻ വിത്ത് കേവ്സ് മെയിൻ ആയിട്ട് 4 രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുവരാം. ഒന്നാമത്തത് ഫോർ ദ പർപ്പസ് ഓഫ് ദ മെഡിറ്റേഷൻ. സോ അതിന് എക്സാമ്പിൾ ആണ് ഇന്ദ്രശാല കേവ്സ് എന്ന് പറയുന്നത്, വെർ ബുദ്ധ ഹാസ് മെഡിറ്റേറ്റഡ് ആൻഡ് ഹാസ് ഗിവൺ ദ സെർമൻസ് വൈൽ മെഡിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഇൻ ദ ഇന്റർവെൽസ് ഓഫ് ദ മെഡിറ്റേറ്റിംഗ്. ഇന്ദ്രശാല എന്ന് പറയുന്ന കേവ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധ ഈ പറയുന്ന സെറമൺസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹി ഹാസ് മെഡിറ്റേറ്റഡ് ദെയർ. സോ അതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. then അടുത്തത് ആസ് എ ഷെൽട്ടർ. സോ ഷെൽട്ടർ എസ്പെഷ്യലി ഡ്യൂറിങ് ലൈക്ക് ഈ ഒരു വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക, വസാവസ. വസവസ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ റിട്രീറ്റ് ഓഫ് ദി ബുദ്ധിസ്റ്റ് മോങ്കേഴ്സ് കോൾഡ് വസാവസ. സോ ഇതുപോലത്തെ മൺസൂൺ റിട്രീറ്റിംഗ് സമയത്ത് അവരെന്ത് ചെയ്യും, ദേ ടേക്സ് കേവ്സ് ആസ് എ ഷെൽട്ടർ. അതും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം.
Then അടുത്തത് prayer hall. നമുക്കറിയാം ചൈത്യാസ് ആൻഡ് വിഹാരാസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ prayer halls basically means ചൈത്യാസ്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യാം, സാരു മാറു കേവ്സ് ഫ്രം ദി മധ്യപ്രദേശ്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കാം, കലർ കേവ്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതുപോലത്തെ വേറെ ഏത് എക്സാമ്പിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. സോ ഒരു ഡിഫറെന്റ് എക്സാമ്പിൾസ് ആയിക്കോട്ടെ എന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ദെൻ ആസ് എ റെസിഡൻസ് അജന്ത കേവ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് വിഹാരാസ് എന്ന് പറയുന്നത്. വിഹാര എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. സോ വിച്ച് ബേസിക്കലി മീൻസ് റെസിഡൻസ് ആണ്. സോ ഇങ്ങനെയൊക്കെയാണ് കേവ്സ് ബുദ്ധിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ദെൻ ആ ഒരു അസോസിയേഷൻ കേവ് ആർക്കിടെക്ചറിൽ കൊണ്ടുവന്നിട്ടുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. So definitely the Buddhism has influenced the caves. There is no doubt about it. So in what ways does this has influenced? അതാണ് ചോദ്യം എന്ന് പറയുന്നത്. So first one, they made it durable constructions of the rock cut architecture because it is their shelter ആണ്. So it has to be like durable ആയിരിക്കണം, ഒരു സേഫ് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യണം, നിൽക്കണം. സോ ഒരു വുഡ് കാർവിംഗിലൊക്കെ കാണുന്നത് പോലെയുള്ള കൊത്തുപണികൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന റോക്ക് കട്ട് ആർക്കിടെക്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കി. സോ ബേസിക്കലി അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, ഓക്കെ, കാൾ കേവ്സ്, സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിലുള്ള കൊത്തുപണികൾ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിനടുത്തത് പെയിന്റിങ്സ് ആൻഡ് ഡ്രോയിങ്സ് ഓൺ ദ കേവ്സ് ഫോർ റിലീജിയസ് ആൻഡ് എഡ്യൂക്കേഷൻ പർപ്പസ്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പെയിന്റിങ്സ് ആൻഡ് ഡ്രോയിങ്സ് ഈ പറയുന്ന കേവ്സിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ട്. സോ അതിന് എക്സാമ്പിൾ ആണ് ടെമ്പറ വാൾ പെയിന്റിങ്സ് depicting Jataka tales in Ajanta caves. So basically Jataka tales in Ajanta caves എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഓക്കെയാണ്, ഇറ്റ്സ് ഫൈൻ. ബട്ട് ഈ ഒരു പെയിന്റിംഗ് പറഞ്ഞത് കൊണ്ട് മാത്രം അതിൻ്റെ ഒരു സ്റ്റൈലും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം മോർ ലൈക്ക് എൻറിച്ചിങ്. അതുകൊണ്ടാണ് ടെമ്പറ വാൾ പെയിന്റിംഗ് ആ ഒരു സ്റ്റൈലും കൂടെ ഞാൻ എന്ത് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്തത്. ദെൻ അടുത്തത് സ്കൾപ്ചേഴ്സ് ആൻഡ് കാർവിങ്സ്. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഫോർ ദ പേർപ്പസ് ഓഫ് വേർഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതും കൂടി ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് എക്സാമ്പിൾ ആണ് കപ്രകൊഡിയ, ദാറ്റ് ഇസ് ഇൻ സൗരാഷ്ട്ര. കാർവിങ്സ് ഓഫ് ദി ബോധിസത്വസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ സ്കൾപ്ചേഴ്സ് ആൻഡ് കാർവിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർ ദ പർപ്പസ് ഓഫ് ദി വേർഷിപ്പ്. അപ്പൊ അവരവിടെ ഒരു ഗുഹയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ കേവ്സിലാണ് ജീവിക്കുന്നത്. അവിടെ അവർക്ക് ആരാധിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, വേർഷിപ്പ് പ്ലേസസ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടെ അവർക്ക് എന്ത് വേണം, സ്കൾപ്ചേഴ്സ് വേണം. സോ ദാറ്റ് ആൾസോ they have built. So this is how Buddhism influenced the cave architecture. Then പിന്നെ വരുന്നതാണ് എന്ത്, ഡിസൈൻ ആൻഡ് കാർവിങ്സ്. അതിന് എക്സാമ്പിൾ ആണ് ബാർബറ കേവ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്കൾപ്ചേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള കൊത്തുപണികൾ, ജോമെട്രിക്കൽ പാറ്റേൺസ്, ഷേപ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, സോ അതിന് എക്സാമ്പിൾ ആണ് ബാർബറ കേവ്സ് അല്ലെങ്കിൽ ലോമസ് ഋഷി കേവ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. എനിവേ ഇറ്റ്സ് അപ് ടു യു. ദെൻ അടുത്തത് ആർട്ടിഫിഷ്യൽ കേവ് കൺസ്ട്രക്ഷൻസ്, ബട്ട് ആസ് എ ലൈക്ക് ഒരു എക്സാമ്പിൾ എന്ത് ചെയ്തില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തത്, അത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, സോ ഞാനും ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെയാണ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് ആൻസർ എക്സാമ്പിൾ ഇല്ല എന്ന് കണ്ടപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഒഴിവാക്കാണ് ചെയ്തത്. സോ എനിവേ ആർട്ടിഫിഷ്യൽ കേവ് കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. സോ ഇത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അശോകയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫണ്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അശോകയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബുദ്ധിസത്തിലേക്ക് ഒരുപാട് ഫണ്ടിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫണ്ടിങ്സിലൂടെ ചില സമയത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കേവ്സ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള കേവ്സ് അവർ ഷെൽട്ടേഴ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ചില കേവ്സ് അല്ലെങ്കിൽ റോക്ക് സ്ട്രക്ചേഴ്സ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവര് കൊത്തുപണികളൊക്കെ എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഈവൻ ലൈക്ക് അജന്ത ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ആർട്ടിഫിഷ്യൽ ആണ്, നാച്ചുറൽ ആയിരുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള കേവ്സ് ഉണ്ടായിരുന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ട്രൈ ടു ഡെവലപ്പ് ആൻ ആർട്ടിഫിഷ്യൽ കേവ്സ് ദിയർ. ഓക്കെ, ദെൻ അടുത്തതാണ് ഡെക്കറേഷൻ വിത്ത് വുഡ് സ്ട്രക്ചർ. കാരണം ഒരു റഫ് ആയിട്ടുള്ള സർഫസ് ആണ് റോക്ക് എന്ന് പറയുന്നത്. അതിനെ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ അല്ലെങ്കിൽ ഒരു എലിഗൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വുഡ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് കരള കേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്മൂത്തനിങ് ഓഫ് ദി ഇന്റീരിയർ ടു മേക്ക് ഇറ്റ് സേഫ് ഫോർ ഹാബിറ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും, എവിടെയെങ്കിലും കൊള്ളുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്റീരിയർ വളരെ സോഫ്റ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഏതൊരു ചൈത്യ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ഫിനിഷിങ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. തൂണുകളൊക്കെ ആണെങ്കിൽ വളരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കേവ് ആർക്കിടെക്ചറിനെ ബുദ്ധിസം മാറ്റിയെടുത്തിട്ടുണ്ട്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി കേവ് ആർക്കിടെക്ചർ. അതാണ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ്, ഈ ഒരു ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഇതേ രീതിയിൽ പ്രോപ്പർ ആയിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അനലൈസ്
ബുദ്ധിസംസ് അസോസിയേഷൻ വിത്ത് കേവ്സ്, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറയുന്നത്, മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ ഷെൽട്ടർ, ദെൻ അടുത്തത് എന്താണ്, പ്രെയർ ഹോൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിസം എങ്ങനെയാണ് കേവ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്, ആ ഒരു അസോസിയേഷൻ എങ്ങനെയാണ് ഫോം ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദിസ് കേവ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ കേവ് സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പൊ ബുദ്ധിസത്തിന്റെ ഇൻഫ്ലുവൻസ് ഓൺ ദി കേവ് ആർക്കിടെക്ചർ തിരിച്ചും നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പറയാം. ദെൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു കൺക്ലൂഷൻ കൊടുക്കാം. കൺക്ലൂഷൻ എഴുതുന്ന സമയത്താണ് ഞാൻ വേറൊരു പോയിന്റ് എന്ത് ചെയ്യുന്നത്, ആലോചിക്കുന്നത്. കാരണം ഈ ഒരു ഗുഹകളുടെ അല്ലെങ്കിൽ കേവ് ആർക്കിടെക്ചറിന്റെ ഒക്കെ ഇന്റീരിയർ സ്മൂത്തൻ ചെയ്യാനുള്ള അടുത്തൊരു കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും ബുദ്ധിസ്റ്റ് മോങ്സിന് പുറമെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഇവിടെ റെസിഡൻസിന് വേണ്ടിയിട്ട് വരാറുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധിസത്തിന്റെ ഒരു ഗ്രോത്തിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് വൈശ്യാസ് ആയിരുന്നു. അവരുടെ ആ ഒരു ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് വളർന്നിട്ടുണ്ടായിരുന്നു. സോ വൈശ്യാസിന് ഒരു റെക്കഗ്നേഷൻ കൊടുത്തത് ബുദ്ധിസം ആയിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി വൈശ്യാസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേ ഹാവ് മെയ്ഡ് ഇമൻസ് കോൺട്രിബ്യൂഷൻ ടു ദി ബുദ്ധിസം. ഓക്കെ, സോ ഈ വൈശ്യാസിന്റെ ഒരു ടെമ്പററി ഷെൽട്ടർ ആയിരുന്നു ഈ പറയുന്ന ഓരോ കേവ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ബുദ്ധിസ്റ്റ് കേവ്സ് ദേ ആക്ച്വലി ലൊക്കേറ്റഡ് അലോങ് ദ ട്രേഡ് റൂട്ട്സ് ആയിരുന്നു. അപ്പം on their trade journey, this kinds of Vaishyas or the merchants has taken temporary shelter in this forms of cave architecture or like in this caves. അപ്പൊ ആ ഒരു കേവ്സിൽ അവർ എന്ത് ചെയ്തിട്ടായിരുന്നു, ഒരു ടെമ്പററി ആയിട്ടുള്ള ഷെൽട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു, ഇപ്പം ബുദ്ധിസ്റ്റ് മോങ്സ് ആണ് എന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ ഹാർഡ് ലൈഫ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ വൈശ്യേഴ്സ് ഓർ ലൈക്ക് ദ ട്രേഡേഴ്സ്, അവർ അത്രത്തോളം എന്തായാലും ഒരു ഹാർഷ് ആയിട്ടുള്ള എൻവറോൺമെന്റ് ആയിട്ട് ദേ ആർ നോട്ട് ദാറ്റ് വെൽ അഡാപ്റ്റഡ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് മെയ്ഡ് ദ കേവ് ആർക്കിടെക്ചർ, ദേ മെയ്ഡ് സർട്ടൻ കൈൻഡ്സ് ഓഫ് മോഡിഫിക്കേഷൻസ്. അതോട് കൂടിയിട്ടാണ് കുറെ കൂടെ എന്ത് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറെ കൂടെ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് കേവ് ആർക്കിടെക്ചർ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്ത് വരുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ആ ഒരു പോയിന്റ് ഞാൻ എന്ത് ചെയ്തു, കൺക്ലൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തു. ഡെഫിനറ്റ്ലി മുമ്പുള്ള പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു, ബട്ട് കൺക്ലൂഷനിൽ എത്തിയ സമയത്താണ് എനിക്ക് ആ ഒരു പോയിന്റ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ അത് കൺക്ലൂഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ ബുദ്ധിസ്റ്റ് കേവ്സ് ലൊക്കേറ്റഡ് അലോങ് ദ ട്രേഡ് റൂട്ട്. Hence, apart from royal patronage, they received contributions from the traders who used it to as a lodging house. ഇത് ഫർദർ ആയിട്ട് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എഴുതാതെ ജസ്റ്റ് അവിടെ തന്നെ എന്ത് ചെയ്തത്, കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഒരു ആൻസറിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, അതിന്റെ എല്ലാ പാർട്ടും എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ആൻസർ ഈ പറയുന്ന രീതിയിൽ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അയച്ചു തരാം. അപ്പൊ നമ്മുടെ നാളത്തെ സെഷൻ എന്ന് പറയുന്നതും ഇതുപോലെ മോർണിംഗ് എന്തായിരിക്കും, 6:30 ആയിരിക്കും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നാളെ കാണാം. ഓക്കെ, ബൈ.